അൽഹംദുലില്ലാഹ്. വിശുദ്ധ ഉംറക്ക് മക്കയിലെത്തുന്ന ആളുകൾ കൂടുതലായും പ്രവേശിക്കുന്ന ഭാഗമാണ് അബ്ദുൽ അസീസ് ഗേറ്റ്. അബ്ദുൽ അസീസ് ഗേറ്റ് നേരെ മുന്നിൽ ക്ലോക്ക് ടവറാണ്. ക്ലോക്ക് ടവർ ബിൽഡിങ്ങിൻ്റെ നേരെ മുൻപിൽ കാണുന്ന ഗേറ്റ് നമ്പർ 1 എന്ന് ചെറിയ രൂപത്തിൽ അടയാളപ്പെടുത്തിയ അബ്ദുൽ അസീസ്, ബാബ് അബ്ദുൽ അസീസ്, ഈ ഭാഗത്തിലൂടെയാണ് അജിയാദുസദ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് പ്രവേശിക്കാനുള്ളത്. അബ്ദുൽ അസീസ് ഗേറ്റിലേറെ പുറത്തിറങ്ങിയാൽ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ അസീസിയ, മിന അസീസിയ റോഡാണ്. അതിലൂടെ ഈ കൊട്ടാരത്തിൻ്റെ ഭാഗത്തിലൂടെ പോകുന്നതാണ് അജിയാദുസദ്. അതുപോലെ 3-ാം നമ്പർ ബാത്റൂമിനോട് ചേർന്ന് പോകുന്ന ഈ വഴി അജിയാദ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. ആ റോഡിലൂടെ പോകുമ്പോഴാണ് 2-ാം നമ്പർ ബാത്റൂം, 1-ാം നമ്പർ ബാത്റൂം. 2-ാം നമ്പർ പുരുഷന്മാർക്കും 1-ാം നമ്പർ സ്ത്രീകൾക്കും ഉള്ളതാണ്. അൽഹംദുലില്ലാഹ്. ജനാസ കൊണ്ടുവരാറുള്ളതും ഇമാമ്, അതുപോലെ ഔദ്യോഗികമായ ഗസ്റ്റുകൾ, ഈ കൊട്ടാരം, ഈ കാണുന്നത് ഇവിടുത്തെ രാജാവിൻ്റെ പാലസാണ്, കൊട്ടാരാണ്. ഇമാമിങ്ങൾക്കും അവരെ സെക്യൂരിറ്റി, അതുപോലെ വിദേശ പ്രതിനിധികളൊക്കെ വന്ന് താമസിക്കാറുള്ളതും ഹെലിപ്പാഡടക്കമുള്ള സംവിധാനങ്ങളോടെ ജബൽ അബി ഖുബൈസ് സംവിധാനിച്ചിട്ടുള്ള കൊട്ടാരമാണ് ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്നത്. മാഷാ അല്ലാഹ്. ഈ വാതിൽക്കൽ അതുപോലെ പല ഭാഗങ്ങളിൽ യഥേഷ്ടം കാണുന്നത് പ്രാവാണ്. വലിയ ഐശ്വര്യമുള്ള ഒരു ജീവിയാണ് പ്രാവ്. ശുദ്ധ മക്കയിലും മദീനയിലും ജബലന്നൂറിലും സൗറിലും ബൈത്തുൽ മുഖദ്ദസിലും പച്ചക്കുബ്ബയുടെ മുകളിലൊക്കെ യഥേഷ്ടം വിഹരിക്കുന്ന ജീവി പക്ഷികൾ പ്രാവാണ്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ മറ്റൊരു വോയിസിൽ വരാം. ഈ ഭാഗത്തിലൂടെ വിശുദ്ധ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നിർത്തിയത് കാണാം. നല്ല വീൽ ചെയറുമായി ഹറമൈൻ എന്ന ചെറിയൊരു ബോർഡോടുകൂടെ ഇവിടുത്തെ സൗദി ഗവൺമെൻറ് തന്നെ ഔദ്യോഗികമായി ആളുകളെ നിർത്തി നടന്ന് തവാഫോ സഅയോ കഴിയാത്ത ആളുകൾക്ക് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് 150-200 റിയാൽ കൊടുക്കേണ്ടി വരും. ഫിക്സഡ് റേറ്റ് അറിയില്ല. സഅയിന് മാത്രമാണെങ്കിൽ 75 റിയാലാണ്. തവാഫിന് കൂടെ ആകുമ്പോൾ 200 റിയാലാണെന്നാണ് ഓർമ്മ. ഏതായാലും അന്വേഷിക്കാൻ പറയാം. മാഷാ അല്ലാഹ്. ഏതായാലും ഈ ഭാഗത്തിലൂടെ 50 ആളുകളുമായി സ്ഥിരമായി താമസിക്കാറുള്ള ഡ്രീം സോൺ എന്ന ബിൽഡിങ്ങിൽ നിന്ന് ഞങ്ങൾ വന്നു. പ്രാഥമിക ആവശ്യങ്ങളും ഉളു അടക്കമുള്ള ശുദ്ധീകരണങ്ങളും ചെറിയ പരിചയപ്പെടുത്തലുകളുമൊക്കെ നടത്തി ഇൻഷാ അല്ലാഹ് തവാഫിന് വേണ്ടി ഇറങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ കഅബാലയത്തിലേക്ക് എത്രയോ കാലമായി ആഗ്രഹിക്കുന്ന ആളുകൾ, പ്രായപൂർത്തി എത്തിയ അന്നു മുതൽ തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഖിബിലയാണല്ലോ കഅബ. ആ കഅബ ജീവിതത്തിൽ നേരിട്ടൊന്ന് കാണുക എന്നത് വല്ലാത്ത ഒരു സന്തോഷമാണ്. കഅബയുടെ ചുറ്റുഭാഗത്തുമുള്ള പള്ളി മസ്ജിദുൽ ഹറം. ആ മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുമ്പോഴാണ് കഅബാലയം ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം പൊട്ടുന്ന, മനസ്സ് വല്ലാതെ കൊതിക്കുന്ന, കാണുന്നതോടെ പെടപെടച്ചുകൊണ്ട് റബ്ബിനോട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ദുആ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കഅബാലയത്തിൻ്റെ ആദ്യത്തെ കാഴ്ച. അത് ജീവിതത്തിൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, അത് പലതവണ കണ്ടവരാണെങ്കിലും 2 മർഹല ദൂരത്ത് നിന്ന് വരുമ്പോൾ ആ ഇജാബത്ത് ലഭിക്കുമെന്നാണ് ഫുഖഹാ പഠിപ്പിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് പല രാജ്യക്കാർ കടന്നു വരുന്ന വലിയ തിരക്കുള്ള സമയമാണ്. ഹറമിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണിക്കാൻ പല ഭാഗത്തും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹറമിലെ തിരക്കുകളും മറ്റുമൊക്കെ അതിലൂടെ കാണാൻ സാധിക്കുന്നു. മാഷാ അല്ലാഹ്. മതിസംഘങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. അള്ളാഹു ഈ കാഴ്ച കാണാൻ, നമ്മളെ വോയിസുകൾ കേൾക്കുന്ന
നമ്മെ മെസ്സേജുകൾ വായിക്കുന്ന, കേൾക്കുന്ന, കാണുന്ന എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ ബിറഹ്മത്തിഹി.